എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ 21ാമത് സ്നേഹസംഗമം പങ്ക് പ്രോജക്ട് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. 4 പ്രതീക്ഷകളാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ആ പ്രതീക്ഷകൾക്ക് പുത്തനുണർവും വഴികാട്ടിയുമാകാൻ ഈ 201ാമത് സ്നേഹസംഗമത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥന ഗാനത്തിലൂടെ നമുക്ക് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആരംഭിക്കുന്നതിനായി എന്റെ സ്റ്റുഡന്റ് കിരണിനെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. താങ്ക് യു ചേച്ചി. വളരെ മനോഹരമായിട്ടാണ് പ്രാർത്ഥന ഗാനം ആരംഭിച്ചു. ഇനി ഇന്നത്തെ സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീ ഐവിനെ ക്ഷണിക്കുന്നു. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. 21ാം സ്നേഹസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ ദൗത്യം. ഈ സ്നേഹസംഗമത്തിൽ അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്നത് ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛനാണ്. അച്ഛനെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിയാനി ഹോം അഷ്ടമിച്ച റവൻ ഫാദർ സെബാസ്റ്റ്യൻ അരിങ്കാട്ട് അച്ഛനാണ്. അച്ഛനെ ദർശന ക്ലബിന്റെ പേരിൽ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ മുഖ്യാതിഥിയായിട്ടുള്ളത് പാവർട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്നും 2016 വിരമിച്ച അധ്യാപിക ശ്രീമതി ഹേമലത രാമസ്വാമിയാണ്. ഹേമലത മേഡത്തെ ദർശന ക്ലബിന്റെ പേരിൽ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ സെക്രട്ടറി ജോസേട്ടനെയും PRO പിയൂസ് കോട്ടപ്പുറത്തെയും പ്രാർത്ഥന ഗാനം ആരംഭിച്ച ലിജി മേഡത്തെയും നന്ദി അവതരിപ്പിക്കുന്ന കാതറിനെയും അവതാരിക അഖിലയെയും സ്വാഗതം ചെയ്യുന്നു. അവസാനമായി സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത് ഈ മീറ്റിംഗ് വിജയിപ്പിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഐവിൻ. അടുത്തതായി ദർശനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രവർത്തന റിപ്പോർട്ടും ഗ്രൂപ്പുകൾ പരിചയപ്പെടുത്തി അവതരിപ്പിക്കുന്നതിനായി ശ്രീമാൻ ജോസ് പർട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നും ബർത്ത്ഡേ ഉണ്ട്. രതി ബാലൻ, മാഗി സൈമൺ, 2 പേരുടെ. ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ എന്ന് വെച്ചാല് ഒരുപാട് പേർക്ക് ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഒരുപാട് പേര് ഒരു പ്രാവശ്യം മാത്രം 1000 പേര് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന്റെ മെയിൻ താരമാണ് ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ചൻ. ബ്രദർ ബെന്നിയുടെ ടീമിന്റെ കൂടെയാണ്. വളരെ നല്ലൊരു, എന്താ പറയാ, അച്ഛനെ പറ്റി പറയാൻ പറ്റില്ല, അത് കേട്ടാലേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് കേൾക്കാം. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതരുടെ ശിങ്കാരി മേളൻ ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം.
നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയ ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 430 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 9,000 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിനുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കുന്നതിനും കനുവരുന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇങ്ങനത്തെ ക്ലാസുകളിൽ വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 12/4/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 200ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന സ്നേഹസംഗമം ഗ്രൂപ്പാണ്. അവതരണം കുമാരി ലിജി PV അങ്കമാലി. പ്രാർത്ഥന ശ്രീ പീറ്റർ ശരത്ത്. സ്വാഗതം PRO ശ്രീ പിയൂസ് കോട്ടപ്പുറം. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KJ ജോസ് കൊരട്ടെ. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഈ ദിനം ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെടേണ്ടതാണ്. ഇതെങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് ഭിന്നശേഷി മക്കളുടെ കൂട്ടായ്മ മാത്രമാണ് ഇതിന് പിന്നിൽ. സ്നേഹസംഗമം കമ്മിറ്റിയാണ് വാശിയോടെ പിന്നിൽ നിൽക്കുന്നത്. ഇതുവരെ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നും സ്നേഹസംഗമം ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. ദർശന ക്ലബിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് 3 മണിക്ക്. പുതുതായി വ്യക്തികളെ ചേർക്കുന്നു. 18 മെമ്പർമാര് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നത്തെ സ്നേഹസംഗമത്തിന് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് കാരാഞ്ചിറ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് അച്ഛനായിരുന്നു. ദർശന ക്ലബിന്റെ 200ാം എപ്പിസോഡിലാണ് നിൽക്കുന്നത്. സോളമനച്ച അവതാരിക, സ്വാഗതം പറഞ്ഞ പിയൂസ്, റിപ്പോർട്ട് വായിച്ച ജോസേട്ടൻ, മറ്റുള്ളവരെ. റിപ്പോർട്ട് വായന വളരെ മനോഹരവും ഹൃദ്യവുമായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ദർശന ക്ലബ് ഒരു വലിയ കൂട്ടായ്മയാണ്. ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഈ ക്ലബ്ബ് ഇനിയും ഉയർന്ന ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡയറക്ടർ ഔട്ട്റീച്ച് പ്രൊഫസർ ഡെവലപ്മെന്റ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം ഡോക്ടർ സുധ ബാലഗോപാലൻ മാഡമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. സോളമനച്ചെ കണ്ടിട്ടുണ്ട്. PRO വിളിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പച്ചയായ സ്നേഹസംഗമമാണെന്ന് തോന്നിപ്പോകുന്നു. ആരും പരിപൂർണരല്ല. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. വീൽ ചെയറിനെ പറ്റി പറഞ്ഞു. സംശയങ്ങൾ ചോദിക്കുകയും
വ്യക്തമായ മറുപടിയും തന്നു. എന്നെ വിളിച്ചതിന് നന്ദി. സിജോൺ കോട്ടി മനോഹരമായ നാടൻ പാട്ട് പാടി. അഭിനന്ദനങ്ങൾ. ദർശന ക്ലബ്ബ് 9 വർഷമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ മാസം സോളമൻ ജന്മദിനമായിരുന്നു. 200-ാം എപ്പിസോഡിൽ വന്നവരിൽ നിന്ന് നറുക്കെടുത്ത് 9 പേർക്ക് അച്ഛന്റെ വയസ്സിന്റെ ക്യാഷ് പ്രൈസ് നൽകി. അച്ഛനോട് സ്നേഹാദരം പ്രകടിപ്പിച്ചു. നറുക്കെടുക്ക് വിജയികൾ: ട്രീസ, ബിന്ദു KK, മാഗി, സജീവ്, ലിജി, സിഒ ജോയ്, ജെസി, സിമിൽ, ജിജി. യോഗാവസരം നന്ദി പറഞ്ഞത് ശ്രീ സിജോൺ കോട്ടി. യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. ആൻഡ് ലീഡർ പാസ്സാക്കിയിരിക്കുന്നു. അടുത്തതായി 201-ാമത് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മിയാനി ഹോം അഷ്ടമിച്ചിത സെബാസ്റ്റ്യൻ അരിക്കോട്ട് അച്ഛനെ ഏറ്റവും ബഹുമാനാദരവുകളോട് കൂടെ ക്ഷണിക്കുന്നു. വെൽക്കം ഓൺ ടു ദി സ്ക്രീൻ അച്ഛാ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ അച്ഛാ, ഓക്കെ, താങ്ക് യു. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരി, ഞാനത് ഓൺ ചെയ്യാൻ മറന്നുപോയതാ. ഓഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലബിനെ പറ്റി അറിയുന്നതും കേൾക്കുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇതിൽ പങ്കുചേരാനും ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനും വളരെ വലിയ സന്തോഷമുണ്ട്. നിങ്ങളിൽ ചിലരെയൊക്കെ എന്നെ അറിയാം. ഞാൻ കടമ്പാട്ടച്ചനെ അറിയും, പിന്നെ ഹേമലതയെ അറിയും, പിന്നെ കുറച്ച് പേര് ഞാൻ അറിയും, പേഴ്സണലായിട്ട് അറിയും. പക്ഷേ മറ്റ് പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയത്. ഇതൊരു അത്ഭുതമാണെന്നാണ് എൻ്റെ തോന്നുന്നത്. ഇത്രമാത്രം ആളുകള്, ഇത്രമാത്രം പരിപാടികള് ഇങ്ങനെയുള്ള ഈ ശാരീരിക പരിമിതി ഉള്ളവർക്ക് വേണ്ടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ അതിനെ 100% പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി എനിക്ക് പറ്റാവുന്ന എല്ലാ ഒത്താശകളും ചെയ്യാമെന്നും ഞാനിപ്പോ പറയുകയാണ്. സഹോദരരെ, നിങ്ങൾ ഈ ശാരീരികമായ പരിമിതി ഉള്ളവര് ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ പരിമിതികൾ മനസ്സിലാക്കി നിങ്ങളെ വളർത്തുവാനും ഉയർത്തുവാനും നിങ്ങൾക്ക് പ്രചോദനം തരുവാനും വേണ്ടി എത്രയെത്ര ആളുകളാണ് നിങ്ങളെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. ഈ പരിപാടികൾക്കൊക്കെ ഇപ്പൊ വായിച്ച പരിപാടികളൊക്കെ നടക്കണമെങ്കിൽ വലിയ ആളുകൾ വേണം, ധാരാളം ആളുകൾ വേണം, പണം വേണം, അതിനെ പറ്റിയ സൗകര്യങ്ങൾ വേണം, കെട്ടിടങ്ങൾ വേണം. അങ്ങനെ ഇതെല്ലാം ഒത്തിണക്കി കൊണ്ടുവരുന്ന ഒരു മഹനീയമായ പ്രസ്ഥാനമാണ് ഈ ഒരു ക്ലബ്ബ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും വിജയം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളോട് ഉദ്ഘാടകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇവരോട് എല്ലാവരോടും, ശാരീരിക പരിമിതി ഉള്ളവരും നമ്മളെ സഹായിക്കുന്നവരും ഇതിന്റെ ബെനഫാക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള എല്ലാവരോടും പറയാനുള്ള ഒരു പൊതുവായ കാര്യം, നമുക്കെല്ലാവർക്കും സമഗ്രമായ ഒരു ആരോഗ്യം വേണം എന്നുള്ള അത് പരിമിതി ഉള്ളവർക്കും ഈ സമഗ്രമായ ആരോഗ്യം വേണം. ആരോഗ്യം ഇന്നത്തെ വലിയൊരു ആവശ്യമാണ്. എനിക്കാണ് ഇപ്പൊ 80 വയസ്സായി. 80 വയസ്സായെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് പ്രത്യേകമായി യാതൊരു അസുഖവും കൂടാതെ മുന്നോട്ട് പോകാൻ ദൈവം എന്നെ അനുവദിക്കുന്നത്. ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഒരു ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേകമായി ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ ഒരു സമഗ്രമായ ആരോഗ്യം എന്താണ്? ഈ സമഗ്രമായ ആരോഗ്യം, അതിന് 4 തട്ടുകളാണ് ഉള്ളത്. 4 തട്ടുകളാണ് സമഗ്രമായ ആരോഗ്യത്തിന്. ഒന്നാമത്തെ തട്ട് നമ്മുടെ ശാരീരിക ആരോഗ്യമാണ്. ശാരീരികമായ ഒരു ഫിറ്റ്നസ് ആണ് ഇതിന് വലിയ ആവശ്യം. അപ്പൊ അതൊന്ന്. രണ്ടാമത്തേത് നമ്മുടെ മനസ്സിന്റെ തട്ടാണ്. മനസ്സിലാണല്ലോ ഒരുപാട് പ്രതിസന്ധികളും വികാരങ്ങളും നിരാശയും ഒപ്പം തന്നെ പോസിറ്റീവായ വികാരങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ മനസ്സിന്റെ മേഖല. അപ്പൊ മാനസികമായ ഒരു ഫിറ്റ്നസ് വേണം, മാനസികമായ ഒരു സമഗ്രത നമുക്ക് വേണം. മൂന്നാമത്തേത് നമുക്ക് സാമൂഹ്യമായ ഒരു നല്ല വീക്ഷണം വേണം. സമൂഹമായിട്ട് ചേർന്ന് നിൽക്കണം, നമുക്ക് കൂട്ടുകെട്ട് വേണം, നമുക്ക് മനുഷ്യരുമായിട്ട് ബന്ധം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് അവബോധം വേണം. അങ്ങനെ നമ്മുടെ സാമൂഹികമായ ഒരു വീക്ഷണം നല്ലതായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമഗ്രമായ ഒരു ആരോഗ്യം ഉണ്ടാവുക. നാലാമത്തെ കാര്യം ആത്മീയമായൊരു ഫിറ്റ്നസ് ആണ്, ആത്മീയമായൊരു വളർച്ച. ആത്മീയത ഉള്ള ഒരു വ്യക്തി ദൈവമായിട്ടും സനാതന പുസ്തകങ്ങളുമായിട്ടും വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധം, പ്രാർത്ഥിക്കുന്ന മനുഷ്യരുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥിക്കുന്നവര്, ധ്യാനിക്കുന്നവര്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവര്, ഏതെങ്കിലും കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഇവർക്കൊക്കെയാണ് ഒരു ആധ്യാത്മികമായ ഫിറ്റ്നസ്, സ്പിരിച്വൽ ഫിറ്റ്നസ്.
ഇങ്ങനെ 4 കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഈ സമഗ്രമായ ആരോഗ്യം. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കിപ്പോൾ ശരീരത്തെ എടുക്കാം. ശരീരം വളരെ വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. നമുക്ക് ചിലർക്ക് ജന്മന ചില കുറവുകൾ വന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേക പ്രതിസന്ധി വന്നു, ഒരു അപകടം വന്നു, ഒരു രോഗം വന്നു. അങ്ങനെ നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിൽ കുറവുള്ളവര് നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, ഉള്ള ശരീരം വെച്ച്, ഉള്ള ആരോഗ്യം വെച്ച് അതിനെ താഴോട്ട് പോകാതെ ഉയർത്തി കൊണ്ടുപോകുക. നമുക്കറിയാം, നമ്മുടെ എല്ലാ മതങ്ങളും നമ്മോട് പറയുന്ന ഒരു കാര്യം, ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കണം. ഞാൻ പണ്ട് കുമാരസംഭവം വായിച്ച് പഠിച്ചപ്പോൾ അതിൽ ഞാൻ കേട്ട ഒരു ശ്ലോകം, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നമ്മൾ ധർമ്മം ചെയ്യേണ്ടിയിരിക്കുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. ശരീരത്തെ വളരെ സൂക്ഷിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, ദൈവം നമുക്ക് തന്ന ഈ ശരീരത്തെ ഓർത്ത് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറയാം. നമുക്കറിയാം, ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ദൈവം നമുക്ക് തന്ന ആത്മാവിന്റെ ഒരു ആലയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഒരു വാചകമുണ്ട്. അത് കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് ഒരു അപ്പസ്തോലൻ പറയുന്നത്. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ ശരീരത്തെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. നമുക്ക് കാഴ്ച കുറവുണ്ട്, കേൾവി കുറവുണ്ട്, കൈകാലുകൾക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, പലതരം പരിമിതികൾ ഉണ്ടെങ്കിലും അതിനെല്ലാം വെച്ചുകൊണ്ട് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലെ അതിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് നമ്മൾ ശരീരത്തെ പറ്റി പറയുന്ന ഒരു കാര്യം, അത് നമുക്ക് ഒരു പോസിറ്റീവായ സമീപനം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട്. അത് ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. അവിടെ പറയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, തളർന്നവന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. ദൈവം തന്ന ഒരു സമ്മാനം, ദൈവത്തിന്റെ ആലയം. ഇതുപോലെ തന്നെയാണ് സഹോദരരെ, ഈ സമഗ്ര ആരോഗ്യത്തിന് നമുക്ക് മാനസികമായി നല്ല ഒരു ശക്തി വേണം, മനഃശക്തി വേണം, ഒരു മെന്റൽ പവർ വേണം. നമുക്ക് തീരുമാനം എടുക്കാനും ചിന്തിക്കാനും. അപ്പൊ നമ്മുടെ ചിന്തകളെ ഒക്കെ നമ്മൾ കാട് കയറാൻ അനുവദിക്കരുത്. ചിന്തകളെ എപ്പോൾ നിയന്ത്രിക്കണം. അപ്പൊ എന്റെ ഈ ചില സെഷൻസിലൊക്കെ വരുന്ന ചില ആളുകള് അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിന്റെ ശത്രു നിന്റെ ചിന്തകളാണ്. നിന്റെ ശത്രു നിന്റെ ചിന്തകളാണ്. ചിന്തകൾ കാട് കയറി പോകാം. അതിനെ പറയുന്ന പേര് അസോസിയേഷൻ ഓഫ് ഐഡിയാസ് എന്നാ പറയാ. നമ്മളിങ്ങനെ ബന്ധിച്ച് ചേർത്ത് നമ്മളിങ്ങനെ കാട് കയറും, സ്വപ്നങ്ങൾ കണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായി, മനസ്സിന് ചിലപ്പോ നിരാശ വരാം, മനസ്സിന് അസ്വസ്ഥത വരാം. അതുകൊണ്ട് മനക്കട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് വളരെ നമുക്കൊരു ആവശ്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ മനസ്സിനെ പ്രചോദനാത്മകമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കണം. ഇപ്പൊ ഞാൻ ഈയിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഇക്കിഗായ് എന്ന് പറയുന്ന ജപ്പാനിലെ ഒക്കിനാവ എന്ന സിറ്റിയിലെ മനുഷ്യരുടെ ജീവിതമാണ് അതിൽ പറയുന്നത്. അതിന് പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ ഇക്കിഗായ്, പർപ്പസ് ഓഫ് ലിവിങ് ഫോർ എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. വളരെ സ്പർശിച്ചു എന്നെ അത്. ഞാൻ പലരോടും അതേപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു മാറ്റം വരും. അപ്പൊ നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു വിനയ മനോഭാവത്തിൽ സൂക്ഷിക്കണം. വിനയ മനോഭാവത്തിൽ. അതിന്
നമ്മുടെ ഗുരുഭൂതന്മാര്, നമ്മുടെ ബൈബിൾ പോലെ ഗ്രന്ഥങ്ങള്, വിശുദ്ധ ഗ്രന്ഥങ്ങള്, ഇതൊക്കെ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം സാമൂഹികമായ ഒരു ഫിറ്റ്നസ് ആണ്, സോഷ്യൽ ഫിറ്റ്നസ്. നമ്മെ പറ്റി പറയുന്നത് നമ്മൾ സാമൂഹ്യ ജീവികളാണ്, വി ആർ സോഷ്യൽ ബീയിങ്സ് ആണ്. അതുകൊണ്ട് സമൂഹത്തിൽ ആളുകളുമായിട്ട് നല്ല ബന്ധം, അവരെ കോണ്ടാക്ട് ചെയ്യുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ സഹായിക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ ശാരീരിക പരിമിതിയുള്ള ഈ ഗ്രൂപ്പിലെ അനേകം ആളുകളെ, അതിന് പുറകിലുള്ള ആളുകളെ സഹായിക്കുന്നുണ്ടല്ലോ. അത് വലിയ കാര്യമല്ലേ? അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? എല്ലാവരുമായിട്ട് സമ്പർക്കം പുലർത്തണം, ഇതുപോലെയുള്ള വേദികൾ വേണം. അതാണ് ഞാനിത് എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ ചാടി വീണ് ഇതിനെ സഹായിക്കാമെന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ്, നമുക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഫിറ്റ്നസ് വേണം. ആത്മീയത അനിവാര്യമാണ്. നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇപ്പൊ ആത്മാവിന്റെ തലത്തിലുള്ള കാര്യങ്ങളാണ് ആത്മീയ തലം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു നിത്യമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പോക്കാണ്, ഒരു നടത്തമാണ്, ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവമേ അങ്ങനെ ഒരിക്കലും പരിത്യജിക്കരുതേ, ഞാൻ ഒരു പാപിയാണ്, എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് എപ്പോഴും ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ സമൂഹത്തിൽ നമുക്കൊരു പങ്കുണ്ട്, ആത്മീയതയിൽ ഒരു പങ്കുണ്ട്, ധ്യാനത്തിനൊരു പങ്കുണ്ട്. നമുക്ക് കൂട്ടമായിട്ട് നമ്മൾ ദേവാലയങ്ങൾ പോകുന്നു, ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു, അതിൽ കുർബാന സ്വീകരിക്കുന്നു, മറ്റുള്ളവർ അഭിവാദനം ചെയ്യുന്നു. അങ്ങനെ സാമൂഹികമായിട്ടും ഒപ്പം തന്നെ ആത്മീയമായിട്ടും വലിയ വലിയ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ നല്ല നല്ല ചൈതന്യവും പ്രചോദനമെല്ലാം മറ്റുള്ള കൂടി പങ്കുവെക്കണം. എനിക്ക് കിട്ടിയത്, ഇപ്പൊ ഞാനിപ്പോ എപ്പോഴും അവസരം കിട്ടുന്നവർക്ക് പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എത്ര പ്രായമായി, രോഗമുണ്ടോ, അതൊന്നും അല്ല ഞാൻ നോക്കുന്നത്. ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, ഇതാണ് നമുക്ക് ദൈവം തന്നൊരു സമ്മാനം. അങ്ങനെ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം, നമുക്ക് സമഗ്രമായ ഒരു ആരോഗ്യം വേണം. ശരീരവും മനസ്സും സമൂഹവും നമ്മുടെ ആത്മാവും ആധ്യാത്മികതയും ചേരുന്ന, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കണം. പ്രചോദനാത്മകമായി തീരട്ടെ എന്ന ആശംസയോടുകൂടി ഈ ഒരു മീറ്റിങ്ങിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്യങ്ങളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നന്ദി. കഴിഞ്ഞു. തിരുക്കുറളിന്റെ സമയവിധികൾ ഉണ്ടെങ്കിൽ പോലും നമ്മളോട് ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സെബാസ്റ്റ്യന് ഒരുപാട് നന്ദി. ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛാ. യു ആർ വെൽക്കം, യു ആർ വെൽക്കം, യു ആർ വെൽക്കം. യോഗാഡിക്ഷനെ ക്ഷണിക്കുന്നതിനൊരു മുഖവരയുടെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും സുപരിചിതനും നമ്മളിൽ ഒരാളായി നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെഫറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ PMA അച്ഛനാണ്. ബഹുമാനപ്പെട്ട സോളമൻ അച്ഛനെ സ്നേഹാദരങ്ങളോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛാ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉദ്ഘാടന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പ്രചോദനം കിട്ടേണ്ട ഒരു പ്രസംഗമാണെന്നുള്ളത്. അതിനുശേഷമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ആവേശത്തിൽ ഉണർവിലാണ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതും 201ാമത്തെ സ്നേഹസംഗമത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പൊ അത്രയും വലിയൊരു സന്തോഷത്തിന്റെ നിറവിലാണ്. നാളെ ഈസ്റ്റർ ആണ് ആഘോഷിക്കുന്നത്. ഈസ്റ്ററിന്റെ ഒരു ചെറിയ സന്ദേശം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു തുറവിയുള്ള മനസ്സ് നമുക്ക് എന്നും ഉണ്ടാവണം, തുറവിയുള്ള മനസ്സ്. ഈസ്റ്ററിനെ നമ്മൾ കാണുന്നത് ഈ മഗ്ദലേന മറിയവും അല്ലെങ്കിൽ സമയമൊക്കെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. യേശുവിന്റെ കബറിടം കാണാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ തുറന്നു കിടക്കുന്ന കബറിടമാണ് കാണുന്നത് എന്ന് പറയുന്നത്. അവൻ ഉത്ഥാനം ചെയ്തു. ദൂതൻ വന്നിട്ട് പറയുന്നുണ്ട് അവനിവിടെ ഇല്ല, അവൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. ഒരു തുറവിയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നന്മയിലേക്ക് വരണമെങ്കിൽ ഒരു നല്ല തുറവിയുള്ള മനസ്സുണ്ടാകണം. ഒരു നമ്മളെന്നും പറയുന്ന ഒരു ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയില്ലേ, എന്ന് സുതാര്യത എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് എന്നും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആരോടും ചില കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുക അല്ലെങ്കിലൊക്കെ ഒളിച്ചു വെച്ച് സംസാരിക്കുക, അതൊക്കെ പലപ്പോഴും നമ്മുടെ ആ ഒരു തുറവിയല്ല സൂചിപ്പിക്കുന്നത്, നന്മയല്ല സൂചിപ്പിക്കുന്നത്, അവിടെ ഒരു മേന്മയല്ല സൂചിപ്പിക്കുന്നത്.
എല്ലായ്പ്പോഴും അത് വളർച്ചയ്ക്ക് ഒരു വിഘ്നമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്നും നമുക്കൊരു തുറവി ഉണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് ഉത്ഥാനം ഉണ്ടാകുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്, വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് സാധിക്കട്ടെ. അത് മാത്രമായിരിക്കട്ടെ ഒരു കൊച്ചു സന്ദേശമായിട്ട് പറയുന്നു. നമുക്ക് 201ാമത്തെ സ്നേഹസംഘമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ ബോഡി മീറ്റിംഗ് ഏകദേശം 15ഓളം പേര് ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അത് നമ്മൾ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത വ്യക്തികളെയാണ് നമ്മൾ ജനറൽ ബോഡിയിലേക്ക് വിളിക്കുക. ജനറൽ ബോഡി ഗവേണിംഗ് ബോഡി വിളിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സ് ജനറൽ ബോഡിയിലേക്ക് വരും. ജനറൽ ബോഡിയിൽ നിന്നാണ് മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുക. നമുക്ക് 3 പേരാണ് ഇപ്രാവശ്യം ഗവേണിംഗ് ബോഡിയിൽ നിന്ന്, ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ ലീഡേഴ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ പുതിയ പ്രസിഡന്റായിട്ട്, ദർശന ക്ലബിന്റെ പുതിയ പ്രസിഡന്റായിട്ട് സാജു ജോൺ, നേരത്തെയുള്ള വൈസ് പ്രസിഡന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, ബിപിൻ വർഗീസ്. പിന്നെ സെക്രട്ടറി ആയിട്ട് റിൻസി, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോലനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് 2 പേര് ട്രഷറായിട്ട് ഡോക്ടർ സാന്ദ്ര, ബിനുമോൻ മണവാളൻ. പിന്നെ പുതുതായിട്ട് ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വന്നിരിക്കുന്നത് അമൽ ആന്റോ. ഇങ്ങനെയാണ് 3 പേര് പുതുതായിട്ട് വന്നിരിക്കുന്നു. ബാക്കിയുള്ളവര് പഴയ തസ്തികയിൽ തന്നെ തുടരുന്നു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും ഒത്തിരി നന്ദി. അപ്പൊ കുറച്ചും കൂടി ഉത്സാഹത്തോടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു. നമുക്കൊരു 15 മെമ്പേഴ്സാണ് ജനറൽ ബോഡിയിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത മാസമായിരിക്കും ദർശന സർവീസ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കുക. അതില് അംഗങ്ങളായിട്ട് പുതുതായിട്ട് ഇപ്പൊ ആരെയും നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല. തെരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവര് പേര് തരികയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പേരുകൾ വെക്കുന്നതായിരിക്കും. അത് ഗവേണിംഗ് ബോഡിയാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ആരെയൊക്കെ ഉൾക്കൊള്ളിക്കണമെന്ന് നമ്മൾ പറയുക. അപ്പൊ അതിനുള്ള താല്പര്യമുള്ളവരും വരാൻ മനസ്സുള്ളവരും ആയിരിക്കണം അതിൽ വരേണ്ടത്. അതല്ലാതെ നമുക്ക് ഓൺലൈനിൽ ഇതധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇനി നമ്മള് എന്താ പറയാ, ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ലാസ്സുകൾ തുടങ്ങിയാൽ ജൂൺ മാസത്തില് നീന്തൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഖിൽലാൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഇവര് തെരഞ്ഞെടുത്ത് അവനെ കൽക്കട്ടയിലേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോവുകയും അഖിലാലും അഭിഷേകും അവരുടെ കൂട്ടത്തില് ഒരു അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്ന, കാഴ്ചയുള്ളവൻ. മറ്റു 2 പേരും കാഴ്ചയില്ലാത്തവരാണ്. അവര് കൽക്കട്ടയിലേക്ക് ഫുട്ബോൾ കാണിക്കാൻ വേണ്ടി നമ്മുടെ ബാംഗ്ലൂർ ക്രിക്കറ്റ് FC ടീം അവരെ കൊണ്ടുപോവുകയുണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയൊരു നേട്ടമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അവരുടെ കാഴ്ച, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ കാണുന്നതിന്റെ വ്യൂസ് ഒക്കെ നിങ്ങളുടെ കൈകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകാം. ഏകദേശം 5.5 മില്യൺ ആൾക്കാർ കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 ലക്ഷത്തിൽ മേലെ ലൈക്ക് അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അവര് ഫുട്ബോൾ കാണുന്ന ആ ഒരു സീനാണ് അവര് ഈ FC ടീം ഇട്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലും മറ്റുള്ള മേഖലകളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്നത്. അത് ഈ അനു എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. ഇവർ 2 പേരെയും കേൾപ്പിച്ചു കൊടുക്കുന്നു, എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്നുള്ളത് കേൾപ്പിച്ചു കൊടുക്കുന്നു. ആ സീൻ എടുത്ത് ഇട്ടതിന്റെ ഒരു വലിയൊരു ഇഫക്റ്റ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നേട്ടങ്ങൾ ഓരോ വ്യക്തികൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാം, അവരോർത്ത് നമുക്ക് അഭിനന്ദിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇനി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അവർക്ക് നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു അച്ഛാ. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിന് കൂടുതൽ മെഴിവേകാൻ മുഖ്യാതിഥിയായി ചേർന്നിരിക്കുന്നത് പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്ന് 2016 വിരമിച്ച അധ്യാപിക ശ്രീമതി ഹേമലത രാമസ്വാമിയാണ്. ശ്രീമതി ഹേമലത രാമസ്വാമി മാമിനെ സ്നേഹാദരവുകളോട് ക്ഷണിച്ചുകൊള്ളുന്നു. മാം, ഓൺ ടു ദി സ്ക്രീൻ. ഹലോ, ഹായ്, നമസ്കാരം. എനിക്ക് വളരെ വളരെ സന്തോഷമായി. കാരണം കടമ്പാട്ട് ലക്ഷ്മയും സോളമൻ അച്ഛനെയും
അരിക്കാട്ടച്ഛനെയും രണ്ടുപേരെയും എനിക്കറിയാവുന്നതാണ്. കൂടുതൽ പരിചയം അരിക്കാട്ടച്ഛനുമായിട്ടാണ്. കാരണം അച്ഛന് നവീകരണത്തിന്റെ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എംഹൗസിൽ, എറണാകുളത്തിനടുത്തുള്ള എംഹൗസിലൊക്കെ അച്ഛന്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഇന്ന് പെട്ടെന്ന് മുഖ്യ പ്രഭാഷണത്തിന് അച്ഛൻ വന്നപ്പോ എനിക്ക് വളരെ വളരെ സന്തോഷമായി. അച്ഛന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാൻ തമ്പുരാൻ ഇന്നത്തെ ഒരു ദിവസം തന്നെ അതിനായിട്ട് ഞങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ കണ്ടപ്പോ എല്ലാ എന്താ പറയാ മഹിമയും സ്തോത്രമൊക്കെ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ കയ്യടികളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതില് ബീന ചാക്കോ എന്ന് പറയുന്ന ബീന എന്റെ വലിയൊരു അടുത്ത സുഹൃത്താണ്. ഞാൻ ബീനയുടെ അടുത്ത് പാവർട്ടിയിൽ വർക്ക് ചെയ്തിരുന്നു. ബീന കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ആ ബീനയുടെ കണ്ടു ഞാൻ. ബീന ചാക്കോ എന്നുള്ളത് കണ്ടു, അതുകൊണ്ടാ പറഞ്ഞു. അപ്പോ ബീനയുടെ മീറ്റിങ്ങില് വിളിച്ചിട്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ വരാൻ സാധിച്ചത്. പിന്നെ പിയൂസ് ആണ് എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തതും എന്നെ വിളിച്ചതും ഒക്കെ. എനിക്ക് ഏറ്റവും സന്തോഷം ഈ പ്രത്യാശയുടെ തിരുനാളായ ഈസ്റ്ററിന്റെ തലേ ദിവസം, അതായത് നമ്മൾ ഇന്നലെ ദുഃഖവെള്ളി കഴിഞ്ഞു, ഇന്ന് ദുഃഖശനി അല്ല ശരിക്കും പറഞ്ഞാൽ, അതൊരു പ്രതീക്ഷയുടെ ശനിയാണ് അല്ലെ, വലിയ ശനിയാഴ്ച. വെയിറ്റിംഗ് ആണ്, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കുന്ന ഒരു ശനിയാഴ്ചയാണ് നാളത്തെ ഉയർപ്പിന് വേണ്ടി. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് തന്നെ ഒരു പ്രത്യാശയുടെ ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് തരാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം, നിങ്ങൾക്ക് അധികം പേർക്ക് എന്നെ അറിയില്ലാത്തതുകൊണ്ട്. എന്റെ പേര് ഹേമലത എന്നാണ്. ഞാനൊരു എന്തായാലും എന്റെ കാര്യം പറയാൻ തന്നെയാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാനത് ഓപ്പൺ ആയിട്ട് പറയാണ്. ഒരു ആത്മീയ മേഖലയിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ 4 മേഖലകളിൽ ഒരു മേഖലയാണല്ലോ ആത്മീയ മേഖല. ആ മേഖലയാണ് ഞാൻ ഇന്ന് കുറച്ച് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ ഈശോയ്ക്കാണ് ഞാൻ സാക്ഷ്യം വഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തില് ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ അവിടെ 5 പെൺകുട്ടികള്, അതിലേറ്റവും ഇളയ പെൺകുട്ടിയാണ് ഞാൻ. എന്റെ അച്ഛൻ ഞാൻ ചെറുപ്പത്തിലെ മുതൽ അച്ഛന്റെ 50ാമത്തെ വയസ്സിലും അമ്മയുടെ 40ാമത്തെ വയസ്സിലുമാണ് ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ മുതൽ അച്ഛന്റെ മുടിയൊക്കെ നരച്ചാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അച്ഛനും കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ ആരെങ്കിലും ഒക്കെ ചോദിക്കും ഇതാരാ സ്വാമി എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും ഇതെന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു വിരമിക്കൽ ആനുകൂല്യം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകും, നിങ്ങൾക്ക് ധാരാളം കുറവുകൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് സ്വയം കാണാൻ പറ്റണം ഞാനൊരു ബെനിഫിറ്റ് ആണ്, ദൈവം തന്നൊരു നിധിയാണ്. ഞാനൊരു 10-25 കൊല്ലം അധ്യാപികയായിരുന്നു. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സക്രിയ പ്രവചനത്തിലെ 2-ാം അധ്യായം 8-ാം വാക്യമാണ്. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണികളെ തൊടുന്നു. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. നിങ്ങൾ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നിങ്ങളുടെ സ്വസ്ഥമായിരിക്കുന്ന ഒരു സമയത്ത്, വേറെ ആരും മുറിയിലില്ലാത്തൊരു സമയത്ത് നിങ്ങളിത് ഇടയ്ക്കൊന്ന് പറയണം, ഞാൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അല്ലെ, നമുക്കറിയാം, പ്രത്യേകിച്ച് കാഴ്ച പരിമിതി ഉള്ളവർക്കൊക്കെ അറിയാം എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്ന്. പക്ഷെ നമ്മൾ കാഴ്ചയുള്ളവരും പലപ്പോഴും നമ്മുടെ കൃഷ്ണമണിയെ കുറിച്ച് നമ്മൾ അത്ര ഓർക്കാറൊന്നുമില്ല. അപ്പൊ ഈ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ദൈവം നമ്മുടെ തൊട്ടടുത്തുണ്ട്, ഒരു പടിയും കൂടി കടന്ന ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ബൈബിളിലും പറയുന്നത്. അപ്പോ ഈ നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഈ ആത്മാവ് വേറെ എവിടേക്കോ അല്ല വസിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ദൈവം വസിക്കുന്നത്. ആ ഉള്ളിലുള്ള ദൈവത്തെ നമ്മളൊന്ന് ശക്തിപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 1-2 ജീവിത അനുഭവങ്ങളും കൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തുടക്കത്തിലുള്ളത് എന്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് സ്പർശിച്ച കാര്യം ഇതാണ്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ അമ്മ നഷ്ടപ്പെട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ ചേച്ചിമാർ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. ചേച്ചിമാരെല്ലാം വിവാഹിതരായി. ഒരു നേരെ മൂത്ത ചേച്ചി ഞാൻ മാത്രം ആണ് വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ മലയാളം 7-ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ മലയാളം എന്ന വിഷയം എടുത്ത് പഠിച്ച എന്നെ 8-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കും സംസ്കൃതം എന്ന ഒരു ലാംഗ്വേജിലേക്കും എന്നെ ചേർത്തു. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ്സിലും എനിക്കൊന്നും മനസ്സിലാവാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിൽ വെച്ചിട്ട് ഞാനൊരു ക്രൂശിത രൂപം കാണുന്നത്. ഈ ക്രൂശിത രൂപം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയോ
ഒരിക്കലും ക്രിസ്ത്യാനികളുടെ മാത്രം സ്വന്തം ഒരു സ്വകാര്യ സ്വത്തൊന്നുമല്ല. ക്രിസ്തു ലോകത്തിന്റെയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് ആ ഒരു കാര്യം. ക്രിസ്തു ലോകരക്ഷകനാണ്, ക്രിസ്ത്യാനികളുടെ മാത്രം രക്ഷകനല്ല. ക്രിസ്തു കടന്നു വന്നത് ഈ ലോകത്തില് പാപികളായിട്ടുള്ളവരെ, വേദനിക്കുന്നവര്, ദുഃഖിക്കുന്നവര്, വിഷമിക്കുന്നവര്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ആത്മീയമായിട്ട് വേദനകളിലൂടെ കടന്നു പോകുന്നവർ, അവരെല്ലാം രക്ഷിക്കുക എന്നുള്ളതാണ് ഈശോയുടെ രക്ഷണീയ ദൗത്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എന്റെ ജീവിതത്തിൽ ഞാനൊരു ക്രൂശിത രൂപം കാണുന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ, കോൺവെന്റ് സ്കൂളിൽ ഞാൻ കണ്ട ക്രൂശിത രൂപം എന്നെ വളരെയധികം സ്പർശിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ 93 ഞാൻ പഠിപ്പിച്ചു തുടങ്ങി പെർമനന്റ് ആയത് മുതൽ ഞാൻ ആരെയെല്ലാം കണ്ടുമുട്ടുന്നു അവരോട് താല്പര്യമുള്ള എല്ലാവരും നമ്മൾ പരസ്പരം കാണുമ്പോൾ പിരിയുമ്പോൾ നമ്മൾ പരസ്പരം കുരിശ് വരച്ചാണ് പിരിയുന്നത്. അപ്പൊ ഇങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ ചിലർ പറയും, അയ്യോ ടീച്ചർ എനിക്ക് വരച്ചോ, പക്ഷെ എനിക്ക് ടീച്ചർ തിരിച്ചു വരയ്ക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ആർക്കും യോഗ്യതയില്ല. കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത, ഇന്നും പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ യോഗ്യതയെ പ്രതിയാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. അപ്പൊ ഈ കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫില് നമുക്കൊരു സംരക്ഷണമാണ്, നമ്മുടെ പ്രത്യാശയാണ്, നമുക്ക് ശക്തി നൽകുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ പക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രശ്നം, നേരത്തെ പറഞ്ഞ ഈ മനസ്സിന്റെ അവസ്ഥ, ആത്മാവിന്റെ അവസ്ഥ, ശരീരത്തിന്റെ അവസ്ഥ, ഇവിടെ എല്ലാം നമുക്ക് രക്ഷ ആവശ്യമുണ്ട്. അവിടെ എല്ലാം നമുക്കൊരു രക്ഷകനെയും ആവശ്യമുണ്ട്. ഈ രക്ഷകൻ യേശു ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു. ഇനി അത് കഴിഞ്ഞ് ഞാൻ അധ്യാപക ജീവിതത്തിൽ വന്നു. അതിനു മുമ്പ് ഞാൻ ഈശോയുമായിട്ടുള്ള ആ ഒരു കുരിശിന്റെ വഴിയിൽ കൂടെ, ആ ഒരു കുരിശ് രൂപം കണ്ടതിലെ സന്തോഷത്തിലൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം 1981 ഞാൻ ഒരു ധ്യാനം കൂടുന്നത്. ആ ധ്യാനത്തിലാണ് കൂടുതൽ ഈശോയെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ഇനി ഞാൻ പറയുന്നത് വ്യക്തിപരമായ എൻ്റെ അനുഭവം മാത്രമാണ്. ഞാൻ ഈ പങ്കുവയ്ക്കുന്നതെല്ലാം എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഈശോ, എങ്ങനെയാണ് ഈശോ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നത്, ഈശോ കഴുതപ്പുറത്ത് വന്നവനാണ്. അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും സാധാരണ ആഗ്രഹിക്കുക ഭയങ്കര ശക്തിയുള്ള ഒരു മൃഗത്തെ എടുക്കാനാണ്, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് പോകാനൊക്കെയാണ്. പക്ഷെ ഈശോ സ്വീകരിച്ചത് ലോകമൊരിക്കലും വിലമതിക്കാത്ത ഒരു കഴുതയുടെ പുറത്ത് വരാനാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈശോ എനിക്ക് കാണിച്ചു തന്നത്, ഞാൻ കഴുതപ്പുറത്ത് വന്നവനാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്നാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനിയും ഇത് ആരെല്ലാം കേൾക്കുന്നു അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കഴുത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഈശോ വന്നത് കഴുതയുടെ പുറത്താണ്. അതൊരു വലിയ സന്ദേശമാണ്. അപ്പോ ഈശോ കടന്നു വന്നത് നമ്മെ ഓരോരുത്തരെയും ഈശോയിലേക്ക് അടുപ്പിക്കാനും ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനുമാണ്. അപ്പൊ ഈ സ്നേഹം എന്നുള്ളതിന് ഞാൻ എപ്പോഴും കൊടുക്കുന്ന, ഒരു ദിവസം ഞാൻ ഒരിക്കൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഗോഡ്സ് ലവ് ഇസ് ഡാഷ്, ദൈവസ്നേഹം ഡാഷ്. ഉടനെ ഒരു UKG-കാരൻ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഗോഡ്സ് ലവ് ഇസ് അൺകൺട്രോളബിൾ. അപ്പൊ ഞാൻ ആ മോനോട് ചോദിച്ചു, എന്താ മോൻ ഉദ്ദേശിച്ചത്? അവൻ പറഞ്ഞു, ഈശോയ്ക്ക് നമ്മളെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല, സ്നേഹിക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഈശോ നമ്മളെ സ്നേഹിക്കും. അപ്പൊ ഗോഡ്സ് ലവ് ഇസ് അൺകൺട്രോളബിൾ എന്നാണ് അവൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് കർത്താവ് നമ്മളെ, ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത അത്രയും വലിയ സ്നേഹം കൊണ്ടാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. ഇനി ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ, നേരത്തെ അച്ഛന്റെ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങളോട് ഇനി കൂടുതൽ എന്താണ് പറയുന്നത്. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും ചുറ്റുമുള്ള അന്ധകാരത്തെ കുറിച്ച് നമ്മളെല്ലാവരും വളരെ വളരെ ബോധവാന്മാരും ബോധവതികളുമാണ്. എല്ലാവരും ചോദിക്കും, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാൻ വളരെ കുറച്ചു കാലമാണ് ആൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 4-ാം ക്ലാസ്സിൽ ആൺകുട്ടികൾ കൂടിയുള്ള ഒരു ഗ്രൂപ്പിൽ ക്ലാസ്സിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കണ്ടേ? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ വേണ്ടാത്തത് പറയും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും വലിയ പ്രശ്നമാണ്, നമ്മൾ വേണ്ടാത്തത് പറയും. അല്ലെ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയാനും അവരുടെ പരിമിതികളെ കുറിച്ച് പറയാനും ഒക്കെ നമുക്ക് 100 നാവാണ്. അല്ലെ? നാവാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്.
നാവാണ് ഏറ്റവും വലിയ ബന്ധു എന്നും പറയാം, നല്ല രീതിയിൽ ഉപയോഗിക്കുമെങ്കിൽ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ നാവ് തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ബൈബിളില് എന്താണ് യാക്കോബ് ശ്രീകാരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം മുഴുവൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഈശോ എനിക്ക് അപ്പൊ ഞാൻ ഈ കുട്ടികൾ എന്നോട് ടീച്ചർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയൂ, ഞങ്ങൾ ഈ വേണ്ടാത്തത് പറയുന്നത് എങ്ങനെ നിർത്തും. ഞാൻ അന്ന് പോയി പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം തോന്നി, ഈ വേണ്ടാത്തത് പറയാതിരിക്കാൻ നമുക്ക് എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടത് പറഞ്ഞൂടെ. വേണ്ടാത്ത പറയണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പകരം എല്ലാ ദിവസവും കുറെ നല്ല കാര്യങ്ങൾ പറയാമെന്ന് രാവിലെ എണീറ്റ് തീരുമാനം എടുക്കുക. ഒരു 24 മണിക്കൂറിന് മതി. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും തീരുമാനം എടുക്കുക, ഞാൻ ഇന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം. സ്വന്തം വീട്ടുകാരെ കുറിച്ച്, പ്രധാനമായിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ കുറിച്ച്. നമ്മളൊക്കെ നാട്ടുകാരെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയും. കൂടെയുള്ളവര് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, കുട്ടികളായിരിക്കാം. അപ്പൊ എന്റെ ക്ലാസ്സിലെ പിറ്റേ ദിവസം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ തന്നെയാണ് ക്ലാസ് ടീച്ചർ. 3-4 പീരീഡ്, എനിക്കൊരു 4-ാം ക്ലാസ് ആയതുകൊണ്ട് 3-4 പീരീഡ് അന്ന് ക്ലാസ്സിലുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ചെന്നിട്ട് എന്റെ കുട്ടികളോട് പറഞ്ഞു, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:05 വരെയുള്ള സമയം നിങ്ങൾ മറ്റുള്ളവരുടെ നന്മകൾ പറയണം. അതൊരു എക്സസൈസാണ്, അതൊരു ആത്മീയ എക്സസൈസാണ്. അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ നല്ല രസമായിരുന്നു. പിറ്റത്തെ ദിവസം മുതൽ ഇവര് പിള്ളേർ പറഞ്ഞു, ടീച്ചറെ എന്റെ പെൻസിൽ താഴെ പോയപ്പോ ഇന്ന കുട്ടി എടുത്തു തന്നു. അപ്പൊ വെരി ഗുഡ്. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ കൈയടിച്ചാൽ മറ്റു ക്ലാസ്സുകാർക്ക് ശല്യമായതുകൊണ്ട് ഞങ്ങള് ഫ്ലവർ ക്ലാപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈലന്റ് ക്ലാപ്പ് കൊടുക്കണം. അങ്ങനെ സൈലന്റ് ക്ലാപ്പ് കൊടുക്കും. അപ്പൊ വേറെ ആള് പറയും, ടീച്ചറെ ഞാൻ ഇന്ന് ബുക്ക് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പൊ ഈ മറ്റേ കുട്ടി എനിക്ക് ബുക്ക് തന്നു. ഓക്കെ, വെരി ഗുഡ്. അതാരാണ്, ഏത് കുട്ടിയാണ്? ഓക്കെ, ജയേഷ്. അപ്പൊ ജയേഷിന് ഒരു ക്ലാപ്പ് കൊടുക്കും. അങ്ങനെ 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 എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അതൊരു പ്രത്യേകമായ രീതിയിൽ എല്ലാ ദിവസവും ബോധപൂർവം ഞങ്ങൾ മറ്റുള്ളവരുടെ നന്മ പറയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ക്ലാസ്സിൽ തന്നെ ഒരു ഉണർവായി. അതൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് അത്ഭുതകരമായി സംഭവിച്ച കാര്യം, എന്റെ ക്ലാസ്സിലെ കുട്ടികള്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ നമ്മുടെ ക്ലാസ്സിൽ നന്മ ചെയ്ത ശേഷം ഞങ്ങൾക്ക് കുറെ സമയം ബാക്കിയുണ്ട്. അപ്പൊ ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് നന്മ ചെയ്യട്ടെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? 1-ാം ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഉടനെ അവര് പറഞ്ഞു, ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ പോയിട്ട് ഉണ്ണികൾക്ക് കൈയൊക്കെ വെള്ളം എടുത്ത് കൈ കഴുകി കൊടുക്കും, ക്ലാസ് അടിച്ച് വൃത്തിയാക്കി കൊടുക്കും, അവിടെ എല്ലാം നീറ്റാക്കിയിട്ട് വരാം. അങ്ങനെ ഇവര് നേരെ 1-ാം ക്ലാസ് സിയിൽ ചെന്നിട്ട് അവിടുത്തെ ടീച്ചറോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് നന്മ ചെയ്യാൻ വന്നിട്ടുള്ളവരാണ്. അപ്പൊ ടീച്ചർ സമ്മതിച്ചു. അങ്ങനെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ ആ 1-ാം ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് നന്മകൾ ചെയ്തു. ഇത് തന്നെ വ്യക്തമായിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. നമ്മുടെ ചുറ്റും തിന്മയുണ്ടെന്ന് നമുക്കറിയാം, തിന്മയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളത് ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് പറ്റുന്ന നന്മ. അത് വാക്കുകൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം. ചിലപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്, ചില സമയത്തൊക്കെ എന്റെ കുട്ടികൾ എന്റെ കയ്യിൽ പിടിച്ച് സംസാരിക്കാറുണ്ട്. എന്റെ കൈ തണ്ടെ പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കാൻ. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ഒരു അമ്മാമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു 3-4 ദിവസം എന്റെ ഒരു ഫ്രണ്ടിന്റെ മക്കളുടെ കൂടെ കഴിയേണ്ടി വന്നു. അതിലൊരു മകൻ, അവൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ എന്റെ കൈ പിടിച്ചുകൊണ്ട്, എന്റെ കൈത്തണ്ട പിടിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു, അമ്മമ്മയുടെ കയ്യിന്റെ ഭാഗം, അതായത് മുട്ട് മുതൽ താഴെയുള്ള കരം വരെയുള്ള ഭാഗം, അതെന്റെ അമ്മയുടെ കൈ പോലെ വളരെ സോഫ്റ്റ് ആണ്, വളരെ ഇതാണ്. പക്ഷെ കൈപ്പത്തി എന്റെ അപ്പന്റെ കരം പോലെ വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരു കുട്ടിക്ക് എന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരമ്മയുടെയും അപ്പന്റെയും ഒക്കെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ അത് ഈശോയുടെ കൃപയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ നമുക്ക് ചിലപ്പോൾ സ്പർശം കൊണ്ടായിരിക്കാം, നോട്ടം കൊണ്ടായിരിക്കാം, എന്താ പറയാ, വാക്കുകൾ കൊണ്ടായിരിക്കാം, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു പ്രകാശമായി തീരാൻ സാധിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ വിയർപ്പ് ഞായറാണ് നമ്മൾ നാളെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന് വലിയ പ്രസക്തി. ഇന്ന് എന്നെ വിളിച്ചതിൽ, മുമ്പ് എന്നെ വിളിച്ചിരുന്നു അന്ന് എനിക്ക് തിരക്കായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ ഇന്നത്തെ ഒരു ദിവസം തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ അനുഭവത്തില് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവം ഞാൻ കണ്ടു. കഴുതപ്പുറത്ത് വരുന്നവനാണ് ഈശോ എന്ന് എനിക്ക് ഈശോ കാണിച്ചു തന്നു. പിന്നീട് തുടർന്നും ഈശോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലൂടെ ഈശോ എന്നെ കടത്തിക്കൊണ്ടുപോയി. അതിന്റെ എല്ലാം വെളിച്ചത്തില് 1982 ഡിസംബർ 8-ാം തീയതി ഞാൻ മാമോദീസ, സൈരലേപനം, ആദ്യ കുർബാന എന്നീ 3 കുദാശകൾ ഒറ്റയടിക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു കത്തോലിക്ക ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇക്കഴിഞ്ഞ 42 വർഷങ്ങളാല് കർത്താവിന്റെ കൃപ മാത്രം, കർത്താവ്, മാതാവ്, ഔസേപ്പിതാവ്, അങ്ങനെ എല്ലാവരുടെയും പ്രത്യേകമായ കൃപയാല്, തമ്പുരാന്റെ കൃപയാല്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഈശോയിലേക്ക് വരാൻ പറ്റി. പക്ഷെ അവിടെ വന്നാൽ മാത്രം പോരല്ലോ, പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കൊക്കെ പരസ്പരം സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്റെ ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്.
നമ്മൾ ആരും അന്യരല്ല, നമ്മൾ ആരും ഒറ്റയ്ക്ക് വേണ്ട. നമ്മൾ ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിനായിട്ട് മുന്നേറുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങൾക്കും നന്ദി, സന്തോഷത്തോടെ നന്ദി പറയും. ഇനി നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും ഞാനൊരു 3-4 മിനിറ്റ് നിങ്ങൾക്ക് സംശയങ്ങൾ, കാരണം എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ, ഞാൻ പറഞ്ഞതിനെ കുറിച്ചോ, ഞാൻ ഏകസ്ഥ ജീവിതമാണ് നയിക്കുന്നത്, കല്യാണം കഴിച്ചിട്ടില്ല. തൃശ്ശൂർ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വത്സ എന്ന് പറഞ്ഞിട്ട്, ആളുടെ അനിയത്തി ഡേസി. ഞങ്ങൾ 3 പേരും ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെ ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള ഒരു വീട്ടില്, അവരുടെ വീട്ടിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. സിംഗിൾ ലൈഫാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കൊരു അവസരം തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഒപ്പം സോളമൻ അച്ഛനോടും റിക്കാട്ടച്ഛനോടും പിയൂസിനോടും നിങ്ങൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് ബീനയോടും. ബീനയാണ് കുറച്ച് ദിവസമായിട്ട് ടീച്ചറായി ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങളുടെ കൂടെ ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് ആ വഴി കൂടെ പോകുമ്പോൾ ബീനയുടെ അടുത്ത് കയറാറുണ്ട്. ബീനയുടെ ചേച്ചിമാരുടെ ഒക്കെ വീട്ടിൽ ഞാൻ പോകും. ചേച്ചിയുടെ വീട്ടിൽ കണ്ടശാങ്കടമുള്ള ചേച്ചിയുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ആങ്ങളയുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല ബന്ധമുണ്ട്. അപ്പൊ ബീനയ്ക്കും പ്രത്യേകം നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു 3-4 മിനിറ്റും കൂടി തന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്. വ്യക്തിപരമായ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ജീവിതവും നമുക്ക് മുന്നിൽ പങ്കുവെച്ച് ഒരുപാട് പ്രചോദനം നൽകിയ ടീച്ചർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. അടുത്തതായി സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കും നന്ദി പറയുന്നതിനായി കുമാരി കാതറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കാതറിൻ, വെൽക്കം ഓൺ ടു ദി സ്ക്രീൻ. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് എന്റെ കടമ. ആദ്യമായി സർവേശ്വരന് നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് സോളമൻ അച്ഛനാണ്. ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ സോളമൻ അച്ഛന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. അച്ഛന് ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു. ഇന്നത്തെ മുഖ്യാതിഥിയായി എത്തിയ അഷ്ടമിച്ചിറ വിരാണി ഹോമിലെ ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ഛനും നന്ദി പറയുന്നു. ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത അരിക്കാട്ടച്ഛന് നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനുള്ളത് ഹേമലത ടീച്ചർക്കാണ്. പാവർട്ടി ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂളിലെ അധ്യാപികയായ ഹേമലത ടീച്ചർക്കും നന്ദി പറയുന്നു. ടീച്ചറുടെ വാക്കുകൾക്കും നന്ദി. ഇനി ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി പറയുന്നു. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു.